ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഫങ്ഷൻസ് ഓഫ് എൻ്റർപ്രണർ. ഒരു എൻ്റർപ്രണറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് പ്ലാനിങ് ഓഫ് ദ പ്രൊജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണോ അതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, റിട്ടേൺ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് പ്ലാനിങ് നടത്തലാണ്. പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയാലോ. പ്ലാനിങ് നടത്തലാണ് ആദ്യമായിട്ട് ഒരു എൻ്റർപ്രണർ ചെയ്യേണ്ടത്. അതിനുശേഷം ഓർഗനൈസിങ്, അതിനുശേഷം റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബെയറിങ്. നമ്മളൊരു പ്രൊജക്റ്റ് എടുത്തു, അത് ഓർഗനൈസ് ചെയ്തു, പിന്നെ നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ് ആണ്. മാനേജ്മെന്റ് ഫംഗ്ഷനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഒരു എൻ്റർപ്രണറുടെ ഫങ്ഷൻസ് പറയുന്നത്. റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബെയറിങ്. നെക്സ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം എത്രമാത്രം ഭംഗിയായി നടത്തുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ സക്സസ് നിലനിൽക്കുന്നത്. പ്ലാനിങ്ങിലൂടെ പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങൾ ശരിയാവുന്നില്ല. അത് ഭംഗിയായി മാനേജ് ചെയ്യാം. എന്തൊക്കെ മാനേജ് ചെയ്യണം? ഫണ്ട് മാനേജ് ചെയ്യണം, റോ മെറ്റീരിയൽസ് മാനേജ് ചെയ്യണം, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് മാനേജ് ചെയ്യണം, എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, മറ്റ് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യണം. എല്ലാ തരത്തിലും മാനേജ്മെന്റ് നല്ല രീതിയിൽ നടന്നാലേ ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സക്സസ് നിലകൊള്ളുന്നത്, അല്ലേ? അപ്പോൾ എ ഡിസിഷൻ മേക്കർ, he makes various decisions regarding determination of business objective, procurement of machine, material, men, money and market, acquisition of efficiency, technology and new equipment, maintenance of good relationship with public authorities and with society at large. ഇനി സെർച്ച് ഫോർ മാർക്കറ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലേ? ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാവാം. ടീനേജേഴ്സിന്റെ പ്രൊഡക്റ്റുകളാവാം, കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളാവാം, ഫുഡ് ഐറ്റംസ് ആവാം. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് എവിടെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ആ ബെസ്റ്റ് മാർക്കറ്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. നമുക്ക് ലഭിക്കുന്ന ഇൻകം, ഇപ്പോൾ നമ്മൾ കോടിക്കണക്കിന് സ്വത്തുള്ള ഒരാളാണെങ്കിലും മുടിയനായ ഒരു പുത്രൻ മതി, അല്ലെങ്കിൽ മുടിയനായ മക്കൾ മതി നശിപ്പിക്കാൻ. അല്ലെങ്കിൽ ആരൊക്കെ ആയാലും എങ്ങനെ ആ ഇൻകം നമ്മുടെ കയ്യിൽ വരുന്ന പണം, 5000 രൂപ ശമ്പളം കിട്ടുന്നവരും 5 ലക്ഷം ശമ്പളം കിട്ടുന്നവരും 50,000 ശമ്പളം കിട്ടുന്നവരും ജീവിക്കുന്നുണ്ട്, ഇല്ലേ? ഈ 5000 ആളുകൾ കിട്ടുന്ന ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാ? 5 ലക്ഷം കിട്ടുന്ന ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഓരോരുത്തരുടെ വരുമാനം അനുസരിച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഇൻകം അനുസരിച്ച് മാനേജ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാവരും ഈ 5 ലക്ഷം കിട്ടുന്ന ആളും 50,000 കിട്ടുന്ന ആളും 5000 കിട്ടുന്ന ആളും കുടുംബം പുലർത്തുന്നുണ്ട്. എങ്ങനെയത്? അതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അടുത്തത് ഇന്നൊവേഷനാണ്. എന്തൊരു കാര്യത്തിലും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പുതിയ പുതുമകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ ഇന്നൊവേഷൻസ്, പുതിയ ക്രിയേഷൻസ് ഒക്കെ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോഴാണ് മറ്റുള്ളവരുടെ ഒപ്പം, സിമിലർ ബിസിനസ്സിൻ്റെ ഒപ്പം, ഇന്നത്തെ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ സിമിലർ ബിസിനസ്സിനോടൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഓക്കെ. ലൈസൺ വിത്ത് ഗവൺമെന്റ്. ഒരു സ്ഥാപനം എപ്പോഴും അവിടുത്തെ ഗവൺമെന്റ്, ഇപ്പം കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള സ്ഥാപനത്തിന് ഒരു റൂളുകൾ ഉണ്ടായിരിക്കും. അത് കേരളത്തിലാവുമ്പോൾ അതിൻ്റെതായ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തൃശ്ശൂർ ജില്ലയിലാവുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, മലപ്പുറം ജില്ലയിലെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ലോക്കൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും സാങ്ഷൻ വാങ്ങിക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു ബിസിനസ് ഗവൺമെന്റുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിരിക്കും. ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യം. ടൈം ടു ടൈമിൽ ഓരോ ഇൻഡസ്ട്രിയൽ പോളിസീസ് വരും. ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്, ലൈസൻസ് പുതുക്കേണ്ടതായിട്ടുണ്ട്. പല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് മേടിക്കേണ്ടതായിട്ടുണ്ട്. ടൈം ടു ടൈമിൽ അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻസ്, സർവീസിങ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രൊജക്റ്റ് ഇംപ്ലിമെന്റേഷൻ നടത്തുക. പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എൻ എന്റർപ്രണർ. Entrepreneur has to work on the implementation schedule for the action plan of the project.
The identified project is to be implemented at a time-bound manner. All the activities from the conception stage to commission stage are to be accomplished by him in accordance with implementation of the project ഷെഡ്യൂൾ അനുസരിച്ച് പ്രാബല്യത്തിൽ വരുത്തുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുക. ഇനി കുറച്ച് അതർ ഫങ്ഷൻസ് പറയുമ്പോൾ ഡെവലപ്പിംഗ് എ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. റെൻഡറിങ് സർവീസ് ടു പീപ്പിൾ അറൗണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് നമ്മൾ ലാഭമുണ്ടാക്കുക എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആരും നന്നാക്കാനല്ല ബിസിനസ് നടക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും അവർക്കും കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാക്കുക. ഫുൾഫില്ലിങ് സോഷ്യൽ ഒബ്ലിഗേഷൻ, അതായത് സാമൂഹിക പ്രതിബദ്ധത. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിന്റെ വേസ്റ്റേജോ അല്ലെങ്കിൽ അതിന്റെ പുകയോ അല്ലെങ്കിൽ അതിന്റെ ശബ്ദമോ അതിന്റെ മാലിന്യങ്ങളോ അവിടുത്തെ സമൂഹത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പം ഇത്രയും 11 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു എന്റർപ്രണർ പ്രവർത്തിക്കാൻ. ഓക്കെ.